الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى صدق الله العلي العظيم ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് ജീവിത ഇടപാടുകളെ മുഴുവനും വിധേയപ്പെടുത്തിയും തഖ്വയുടെ പാതയിൽ തന്നെ അവസാന നിമിഷം വരെയും നിലനിന്നു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അർഹമുർ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടത്തിന് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതുവഴി അല്ലാഹു തൃപ്തിപ്പെട്ട അവസ്ഥയിൽ ഈ ലോകത്ത് വിട പറയാൻ നാളെ പടച്ച റബ്ബ് മുത്തഖീങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കി വെച്ചിട്ടുള്ള അല്ലാഹുവിന്റെ സ്വർഗം അനന്തരമെടുക്കാൻ നമുക്കെല്ലാവർക്കും നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളെന്ന നിലക്ക് എല്ലാ വെള്ളിയാഴ്ചകളിലും പതിവായി നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായമായ സൂറത്തുൽ കഹ്ഫിനെ സംബന്ധിച്ച് കഹ്ഫുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങളെ കുറിച്ചാണ് ഇന്ന് ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസം സത്യവിശ്വാസികളോട് പാരായണം ചെയ്യാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ച അധ്യായമാണല്ലോ സൂറത്തുൽ കഹ്ഫ്. 110 ആയത്തുകളുള്ള സൂറത്തുൽ കഹ്ഫ് പതിവായി പാരായണം ചെയ്യുന്നതോടൊപ്പം അതിന്റെ അർത്ഥവും ആശയവും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെയൊക്കെ ഇസ്ലാമിക ജീവിതത്തിന് പല പാഠങ്ങളും പകർന്നു നൽകാൻ പ്രാപ്തമായ ഒരു അധ്യായം കൂടിയാണ് സൂറത്തുൽ കഹ്ഫ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആർജിക്കേണ്ട ഈമാനികമായ കരുത്തിനെ സംബന്ധിച്ച്, ആ ഈമാനികമായ കരുത്ത് ജീവിതത്തിൽ നമ്മൾ പ്രകടിപ്പിക്കേണ്ടി വരുന്ന നിർണായകമായ സന്ദർഭങ്ങളെ സംബന്ധിച്ചൊക്കെ സൂറത്തുൽ കഹ്ഫ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കലിമത്തു തൗഹീദ് അംഗീകരിക്കുന്ന സത്യവിശ്വാസികൾ അനുഭവിക്കേണ്ടി വരുന്ന പരീക്ഷണങ്ങളെ കുറിച്ച് പാഠവും സൂറത്തുൽ കഹ്ഫ് നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മുഅ്മിനുകളെ
പടച്ച റബ്ബ് ഒരിക്കലും കൈവിടുകയില്ല എന്ന ആത്മവിശ്വാസവും സൂറത്തുൽ കഹ്ഫ് നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അനിവാര്യമായും സ്വായത്തമാക്കേണ്ട സ്വബർ, ഇൽമ് അഥവാ സഹനം, അറിവ് തുടങ്ങിയവയെ സംബന്ധിച്ചും സൂറത്തുൽ കഹ്ഫ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹങ്ങളോടുള്ള വിശ്വാസികളുടെ നിലപാട് എന്തായിരിക്കണമെന്നും സൂറത്തുൽ കഹ്ഫിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുന്നുണ്ട്. അപ്പോ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോൾ അതിന്റെ അർത്ഥവും ആശയവും ഒക്കെ മനസ്സിലാക്കിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയോജനപ്പെടും എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വെള്ളിയാഴ്ചയിലെ സൂറത്തുൽ കഹ്ഫ് പാരായണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പ്രോത്സാഹിപ്പിച്ച ഒരു സുന്നത്താണ്. 2 ജുമുഅകൾക്കിടയിൽ വിശ്വാസികൾക്കുള്ള വെളിച്ചമായിട്ടാണ് സൂറത്തുൽ കഹ്ഫ് പാരായണത്തെ പറ്റി പ്രവാചകൻ ഒരിടത്ത് പറഞ്ഞത്. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി യൗമൽ ജുമുഅ അളഅ ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅത്തൈൻ. ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ ആ ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ അവന് ഒരു പ്രകാശം ലഭിക്കും. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ദജ്ജാലിന്റെ ഷർറിൽ നിന്നുള്ള മോചനമാണ്. അഥവാ ദജ്ജാലിന്റെ ശല്യത്തിൽ നിന്ന്, ഫിത്നയിൽ നിന്നുള്ള രക്ഷയാണ്. സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ 10 ആയത്തുകൾ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും വിശ്വാസികൾക്കുള്ള കവചമാണെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. മൻ ഹഫിദ 10 ആയാത്തിൻ മിൻ അവ്വലി സൂറത്തുൽ കഹ്ഫി ഉസിമ മിനദ് ദജ്ജാൽ. സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ 10 ആയത്തുകൾ മനഃപ്പാഠമാക്കുന്നവർ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും സുരക്ഷിതമാക്കപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, സൂറത്തുൽ കഹ്ഫിലൂടെ നമ്മൾ ആദ്യാവസാനം ഒന്ന് കടന്നുപോയാൽ, അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി നമ്മളൊന്ന് മുന്നോട്ട് പോയാൽ, പ്രധാനമായും 4 കഥകളും അവയിൽ നിന്നും വിശ്വാസികൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങളും സൂറത്തുൽ കഹ്ഫ് നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് അസ്ഹാബുൽ കഹ്ഫിൽ നിന്ന് തന്നെയുള്ള പാഠമാണ്. അഥവാ ഗുഹാവാസികളിൽ നിന്നുള്ള പാഠമാണ്. ആദർശവും വിശ്വാസവും സംരക്ഷിക്കാനും കാത്തു സൂക്ഷിക്കാനും വേണ്ടി എന്തും ത്യജിക്കാൻ സന്നദ്ധരാകണം വിശ്വാസികൾ എന്ന പാഠമാണ് അസ്ഹാബുൽ കഹ്ഫ് നമുക്ക് നൽകുന്നത്. റബ്ബുന റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ നാഥനായ അല്ലാഹുവിനുള്ള അധികാരാവകാശങ്ങൾ ദുനിയാവിൽ ഏതെങ്കിലും ഒരു നാടിന്റെ ഭരണാധികാരിക്ക് അവർ ജീവിച്ചുകൊണ്ടിരുന്ന ആ നാട്ടിലെ റോമിലെ സീസർ ഡെസ്യൂസസ് എന്ന് പറയുന്ന രാജാവിന് വകവെച്ചു കൊടുക്കാൻ അവർ വിസമ്മതിച്ചപ്പോ, അവർ തയ്യാറാവാതിരുന്നപ്പോ ആ കൊച്ചു സംഘത്തിന് നാടും വീടും ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ പടച്ചറപ്പിന് വേണ്ടി നാടും വീടും വിടേണ്ടി വന്ന വിശ്വാസ സംഘത്തെ വഴിയിൽ ഉപേക്ഷിക്കുകയല്ല അള്ളാഹു ചെയ്തത്. മറിച്ച് പടച്ചറപ്പ് അവരുടെ സംരക്ഷണത്തിന് സംവിധാനം ഉണ്ടാക്കുകയായിരുന്നു. ഭൗതികമായ ഒരു വ്യാഖ്യാനത്തിനും വഴങ്ങാത്ത വിധം 3 നൂറ്റാണ്ടുകളോളം അവരുടെ സംരക്ഷണം അള്ളാഹ് തന്നെ ഏറ്റെടുത്ത ചരിത്രമാണ് സൂറത്തുൽ കഹ്ഫ് നമുക്ക് പറഞ്ഞു തരുന്നത്. വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്. വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹു നിശ്ചയദാർഢ്യം നൽകുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള മനോധൈര്യം അള്ളാഹു അവർക്ക് നൽകുകയും ആ ആദർശവാക്യം അവർ ഉറക്കെ പ്രഖ്യാപിക്കുകയും പടച്ചവൻ അവരുടെ സംരക്ഷണത്തിന് സംവിധാനം ഒരുക്കുകയും ചെയ്തു എന്നതാണ് സൂറത്തുൽ കഹ്ഫ് നമുക്ക് നൽകുന്ന ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത്. അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുന്നവരെ പടച്ചവൻ വഴിയിൽ ഉപേക്ഷിക്കുകയില്ലെന്ന പാഠം, അതാണ് സൂറത്തുൽ കഹ്ഫ് നൽകുന്നത്. സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമുക്കിതൊരു ബോധ്യമായി തീരേണ്ടതാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാനും പണിയെടുക്കാനും ഇറങ്ങുന്ന വിശ്വാസികളെ പടച്ച റബ്ബ് ഒരിക്കലും വഴിയിൽ ഉപേക്ഷിക്കുകയില്ല എന്ന പാഠം വിശുദ്ധ ഖുർആൻ സൂറ അൻകബൂത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവരാരോ അവരെ ഞാൻ എന്റെ വഴിയിലൂടെ ഞാൻ മുന്നോട്ട് നയിക്കും. അത്തരത്തിലുള്ള മുഹ്സിനുകളുടെ കൂടെ അള്ളാഹു നിശ്ചയമായും അള്ളാഹു ഉണ്ടായിരിക്കുമെന്ന് അടിവരയിടുകയാണ് പടച്ച റബ്ബ്. ഇതാണ് സൂറത്തുൽ കഹ്ഫ് നമുക്ക് പകർന്നു നൽകേണ്ട ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, സൂറത്തുൽ കഹ്ഫ് നമുക്ക് നൽകുന്ന രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് അഹങ്കാരിയായ തോട്ടക്കാരന്റെ കഥയിൽ നിന്നുള്ള പാഠമാണ്. ദുനിയാവിൽ മനുഷ്യന് ലഭിക്കുന്ന സകല അനുഗ്രഹങ്ങളും പടച്ചവന്റെ ഔദാര്യമായി ലഭിക്കുന്നതാണ്.
അതിൽ ആരും അഹങ്കരിക്കാൻ പാടില്ലെന്ന പാഠമാണ്. നാഥനോടുള്ള നന്ദിയില്ലായ്മ മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുമെന്ന പാഠമാണ്. പ്രവാചകരെ അവർക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. രണ്ടാളുകൾ, അവരിൽ ഒരുവന് നാം 2 മുന്തിരിത്തോപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. വെറും മുന്തിരിത്തോപ്പുകളല്ല, ചുറ്റും ഈത്തപ്പഴങ്ങളുടെ മരങ്ങൾ വളർത്തി അവയെ പൊതിഞ്ഞ് അവക്കിടയിലായി അവക്കിടയിലായി കൃഷിയിടവും അള്ളാഹു ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടോ കിൽതൽ ജന്നത്തൈനി ആതത്ത് ഉകുലഹ, 2 തോട്ടങ്ങളും നല്ല വിളവ് ഉൽപ്പാദിപ്പിച്ചു. 2 തോട്ടങ്ങളും നന്നായി വിളവ് ഉൽപ്പാദിപ്പിച്ചു. വലം തദലിൽ മിൻഹു ഷൈഅ, ഒരക്രമവും ഒരു കുറവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് വരുത്തിയിട്ടില്ല, ആ തോട്ടക്കാരനോട് വരുത്തിയില്ല. വഫജ്ജർനാ ഹിലാലഹുമാ നഹറ, ആ തോട്ടങ്ങൾക്കിടയിലൂടെ ഒരു നദിയും നാം ഒഴുക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ അർത്ഥത്തിലും സുഭിക്ഷതക്കുള്ള എല്ലാ അടയാളങ്ങളും അല്ലാഹു അവിടെ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ തോട്ടക്കാരൻ ചെയ്തത് എന്തായിരുന്നു? ആ തോട്ടക്കാരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ അനുഗ്രഹീതമായ അവസ്ഥയോട് പ്രതികരിച്ചത് എങ്ങനെയായിരുന്നു? അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നാഥനോട് നന്ദി കാണിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ മുമ്പിൽ തന്റെ മികവ് പ്രകടിപ്പിക്കുകയാണ് ആ തോട്ടമുടമ ചെയ്തത് എന്ന്. ഫഖാല ലിസ്വാഹിബിഹി വഹുവ യുഹാവിറുഹു അന അക്സറു മിൻക മാലൻ വഅഅസ്സു നഫറ. അതായിരുന്നു അദ്ദേഹത്തിന്റെ അഹങ്കാരത്തിന്റെ വാക്കുകൾ. ആ തോട്ടം ഇങ്ങനെ സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങൾ കണ്ടപ്പോ തന്റെ സ്നേഹിതനുമായി സംസാരിച്ചു കൊണ്ടിരിക്കവൻ പറയുകയാണ്, അന അക്സറു മിൻക മാലൻ വഅഅസ്സു നഫറ, ഞാൻ നിന്നേക്കാളും ആളും അർത്ഥവുമുള്ളവനാണ്, നിന്നേക്കാളും സമ്പന്നനാണ് ഞാൻ, നിന്നേക്കാളും ആൾബലമുള്ളവനുമാണ് ഞാൻ എന്ന ആ തൻപോരിമയുടെ വർത്തമാനം, അഹങ്കാരത്തിന്റെ സ്വരം, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ പേരിൽ തന്റെ സഹോദരന്റെ മുമ്പിൽ വമ്പത്തരം വിളമ്പുന്ന വർത്തമാനമായിരുന്നു ആ തോട്ടക്കാരൻ പറഞ്ഞത്. അവിടെയും നിർത്തുന്നില്ല. അവിടെയും നിർത്താതെ ഇതൊക്കെ എന്നും തന്റെ കൂടെ ഉണ്ടാകുമെന്ന അബദ്ധ ധാരണയും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. കാലമ അമുന്നു അൻ തബീദ ഹാദിഹി അബദ, ഈ ഒരു മിഥ്യാധാരണയുണ്ടല്ലോ, ഈ ഒരു മിഥ്യാഭിമാനമുണ്ടല്ലോ, അത് അവനെ പരലോക നിഷേധത്തിലേക്ക് വരെ നയിച്ചു എന്ന് തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വമാ അമുന്നു സാഅത ഖായിമത്തൻ, അന്ത്യനാൾ എന്ന് പറയുന്ന ഒന്ന് സംഭവിക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ സൗകര്യങ്ങളൊക്കെ, ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൗതികമായ സൗകര്യങ്ങളൊക്കെ കാലാകാലം അങ്ങനെ ആസ്വദിച്ച് കഴിഞ്ഞുകൂടാമെന്നായിരുന്നു അയാൾ കരുതിയിരുന്നത്. ഇനി വല്ല കാരണവശാലും അള്ളാഹുവിലേക്ക് അങ്ങോട്ട് മടങ്ങേണ്ടി വന്നാൽ അവിടെയും ഇതിനേക്കാൾ മികച്ചതാകും എന്നെ കാത്തിരിക്കുന്നത്. അഥവാ അള്ളാഹുവിലേക്ക് അങ്ങോട്ട് മടങ്ങേണ്ടി വന്നാൽ, റബ്ബിലേക്ക് മടങ്ങേണ്ടി വന്നാൽ അവിടെ ഇതിനേക്കാളും മികച്ചതായിരിക്കും എന്നെ കാത്തിരിക്കുന്നത്. അഥവാ ഈ തോട്ടമുടയുടെ അഹങ്കാര വർത്തമാനം, ആ വർത്തമാനം കേൾക്കുന്ന സ്നേഹിതൻ വളരെ ഗുണകാംക്ഷയോടുകൂടി അയാളെ തിരുത്താനും ബോധ്യപ്പെടുത്താനും ശ്രമിച്ചതായി തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ആ സഹോദരൻ ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ആ കഫർത ബില്ലദി ഖലഖക മിൻ തുറാബിൻ തുമ്മ മിൻ നുത്ഫത്തിൻ തുമ്മ സവ്വാക റജുല, അല്ല പോലെ, അല്ല സഹോദര, നീ നിന്റെ റബ്ബിനെ നിഷേധിക്കുകയാണോ? നീ നിന്റെ റബ്ബിനെ നിഷേധിക്കുകയാണോ? നിന്നെ മണ്ണിൽ നിന്ന് പിന്നെ രേതസ്കണത്തിൽ നിന്ന് സൃഷ്ടിക്കുകയും നിന്നെ പിന്നെ തുമ്മ സവ്വാക റജുല, പൂർണ്ണ മനുഷ്യനായി നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത നിന്റെ റബ്ബിനെ നീ നിഷേധിക്കുകയാണോ എന്ന് ആ സഹോദരൻ ഇവനോട് ചോദിക്കുന്നത്, അഹങ്കാരിയായ തോട്ടക്കാരനോട് ചോദിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ തോട്ടക്കാരൻ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ അല്ല നിഷേധിച്ചത്, പടച്ചവന്റെ അസ്തിത്വത്തെ അല്ല അദ്ദേഹം നിഷേധിക്കുന്നത്, പടച്ചവന്റെ സൃഷ്ടിപ്പിനെ അല്ല അദ്ദേഹം നിഷേധിക്കുന്നത്, സൃഷ്ടിക്കാനുള്ള കഴിവിനെയൊന്നും അയാൾ നിഷേധിക്കുന്നില്ല. എന്നല്ല, ഒരു പക്ഷേ തന്റെ റബ്ബിലേക്ക് മടങ്ങിച്ചെല്ലണമെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അല്ലെ? വരകി റുദിത്തുഇല റബ്ബി എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അഥവാ എന്റെ നാഥനിലേക്ക്, എന്റെ റബ്ബിലേക്ക് മടങ്ങിച്ചെല്ലുക എന്ന് പറഞ്ഞാൽ പടച്ചവനിലേക്ക് മടങ്ങുന്നതിനെ കുറിച്ചും അയാൾ നിഷേധിച്ചു പറയുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം, ഈ സഹോദരൻ പറയുന്നത്, ആ കഫർത ബില്ലദി ഖലഖക മിൻ തുറാബിൻ തുമ്മ മിൻ നുത്ഫത്തിൻ തുമ്മ സവ്വാക റജുല, അല്ല മനുഷ്യ, നീ നിന്റെ നാഥനെ നിഷേധിക്കുകയാണോ എന്ന് ഈ സഹോദരനെ ഉപദേശിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നത് മാത്രമല്ല കുഫ്ർ എന്ന് പറയുന്നത്. അഹങ്കാരം, അഹന്ത, ധിക്കാരം, പരലോക നിഷേധം, ഇവയൊക്കെ പടച്ചവനിലുള്ള കുഫ്ർ അഥവാ അവിശ്വാസം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം. അഥവാ എന്റെ ധനം, അല്ലെ, എന്റെ കയ്യിലുണ്ട് എന്ന് മനസ്സിലാക്കുന്ന എന്റെ ധനം, ഇതൊക്കെ എന്റെ കഴിവ് കൊണ്ട്, എന്റെ ശക്തി കൊണ്ട്, എന്റെ സാമർത്ഥ്യം കൊണ്ട്, എന്റെ യുക്തി കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. എന്റെ സമ്പത്തും സ്ഥാനമാനങ്ങളും
ഇതിനൊന്നും മറ്റാർക്കും ഒരു പങ്കുമില്ല. ഞാൻ ഉണ്ടാക്കിയ സൗകര്യങ്ങൾ ഇതൊക്കെ അനശ്വരമാണ്, അതിനൊന്നും ഞാൻ ആരുടെ മുന്നിലും ഉത്തരം പറയേണ്ടി വരില്ല. ഇങ്ങനെയൊക്കെയുള്ള നിലപാടുകളിൽ മുന്നോട്ട് പോകുന്നവർ പടച്ചവന്റെ അസ്തിത്വത്തെ അംഗീകരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഗുണകാംക്ഷിയായ സുഹൃത്ത് തോട്ടക്കാരനെ ഉപദേശിക്കുന്നു, ആ കഫർത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ തുമ്മ മിൻ നുത്ഫത്തിൻ തുമ്മ സബ്ബാക റജുല. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഈ അനുഗ്രഹ സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കെ നിന്റെ നിലപാട് എന്തായിരിക്കണമെന്ന് കൂടി ആ സഹോദരൻ വളരെ ഗുണകാംക്ഷയോടെ ആ തോട്ടക്കാരനെ ഉപദേശിക്കുന്നുണ്ട്. വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ. ഒരു സഹോദരൻ, നീ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോ എന്തുകൊണ്ട് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് എന്തുകൊണ്ട് നീ പറഞ്ഞില്ല? അഥവാ പടച്ചവൻ ഇച്ഛിക്കുന്നത് മാത്രമേ നടക്കൂ, അല്ലാഹ് ഇച്ഛിക്കുന്നതേ നടക്കൂ എന്ന് എനിക്കോ മറ്റാർക്കോ ഒരു ശക്തിയും സ്വാധീനവും ഇല്ലെന്ന്, അഥവാ ഞങ്ങൾക്ക് വല്ലതും നടക്കണമെങ്കിൽ പടച്ചവന്റെ അനുഗ്രഹവും അവന്റെ പിന്തുണയും കൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്ന് എന്തുകൊണ്ട് നീ പറയുന്നില്ല എന്ന് ആ തോട്ടക്കാരനോട് ചോദിക്കുന്നുണ്ട്. ഇത് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ നിലപാടായിരിക്കണം അത്. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ. പടച്ചവൻ ഉദ്ദേശിച്ചത്, അവൻ തീരുമാനിച്ചത് മാത്രമേ ഇവിടെ സംഭവിക്കൂ. ആരെത്ര മേനി പറഞ്ഞിട്ടും കാര്യമില്ല, എത്ര വമ്പത്തരം വിളമ്പിയിട്ടും കാര്യമില്ല. തമ്പുരാൻ തീരുമാനിച്ചതല്ലാത്ത ഒന്നും ഇവിടെ സംഭവിക്കുക സാധ്യമല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസി. അഹങ്കാരിയായ ആ തോട്ടക്കാരന്റെ സകല സൗകര്യങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തകർത്ത് കളഞ്ഞതായിരുന്നു അനന്തരം സംഭവിച്ചത് എന്ന് ഖുർആൻ പറയുകയാണ്, അല്ലെ? വഉഹീത ബിസബരിഹി ഫഅസ്ബഹ യുഖല്ലിബു കഫൈഹി അലാ മാ അൻഫഖ ഫീഹാ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ. ഒടുവിൽ അവന്റെ ഫലസമൃദ്ധി അതൊക്കെ പൂർണ്ണമായും അല്ലാഹു നശിപ്പിക്കുക തന്നെ ചെയ്തു എന്നാണ്. ആ തോട്ടം, മനോഹരമായ തോട്ടം, ഈത്തപ്പഴ കുലകളാലും മുന്തിരി വള്ളികളാലും ഒക്കെ വളരെ വളരെ മനോഹരമായ ആ തോട്ടം അതിന്റെ സകല പന്തലുകളോടൊപ്പം നിലംപൊത്തി എന്ന് ഖുർആൻ അടിവരുകയാണ്. അപ്പോഴാണ് അവന് ബോധം തെളിയുന്നത്. അഹങ്കാരിയായ തോട്ടക്കാരന് ബോധം തെളിയുന്നത് അപ്പോഴാണ്. പടച്ചവൻ അയച്ച വിപത്തിനെ സ്വയം നേരിടാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, പടച്ചവനെതിരിൽ ഒരു സഹായിക്കാനും ആരും ഉണ്ടായില്ല. വലം തകുല്ലഹു ഫിയത്തുൻ യൻസൂനഹു മിൻ ദൂനില്ലാഹ് വമാ കാന മുൻതസിറ എന്ന് ഖുർആൻ, അല്ലേ? അതിനെ തടയാനും കഴിഞ്ഞില്ല. അള്ളാഹുവിനെതിരിൽ, ആ ശിക്ഷക്കെതിരിൽ സഹായിയായി ആരെയും കിട്ടിയില്ല. പ്രിയമുള്ളവരെ, സൂറത്തുൽ കഹ്ഫ് നമുക്ക് നൽകുന്ന രണ്ടാമത്തെ പാഠം അതാണ്. അള്ളാഹു നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹവും മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് അഹങ്കാരത്തിന് കാരണമാകരുത് എന്ന പാഠമാണ്. നൽകിയ നാഥനോടുള്ള നന്ദി ബോധം നിലനിർത്തണമെന്ന പാഠമാണ്. നമ്മുടേതെന്ന് നമ്മൾ കരുതുന്ന എന്തും നമ്മുടെ ആരുടെയും സാമർത്ഥ്യം കൊണ്ട്, ബുദ്ധിശക്തി കൊണ്ട്, നമ്മുടെ അധ്വാനം കൊണ്ട് നേടിയതാണെന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത് എന്നതാണ്. മറിച്ച് നമുക്ക് എന്തൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും അത് മുഴുവനും റബ്ബിന്റെ ഔദാര്യമാണെന്ന് തിരിച്ചറിയണമെന്ന പാഠമാണ്. ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഹാദാ മിൻ ഫദ്ലി റബ്ബി. അതിൽ ഒതുങ്ങി പോകരുത് നമ്മുടെ നിലപാട്. ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ് എന്ന ആ സമ്മതമുണ്ടല്ലോ, അതിൽ ഒതുങ്ങി പോകരുത്. അനുഗ്രഹങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്ന തിരിച്ചറിയുക എന്ന് പറയുന്നത് ശുക്രിന്റെ പ്രഥമ പടി മാത്രമേ ആകുന്നുള്ളൂ. അത് ശുക്രിന്റെ പ്രഥമ പടിയാണ്. ആ തിരിച്ചറിവ് നമ്മെ മറ്റു ചിലതിലേക്ക് നയിക്കേണ്ടതുണ്ട്. ആ തിരിച്ചറിവ്, ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി നിലപാട് സ്വീകരിക്കാൻ കഴിയണം, അല്ലെ? നൽകിയതെന്തും പരീക്ഷണത്തിനുള്ള ടൂളുകളാണ്. സൂറത്തുൽ കഹ്ഫിൽ തന്നെ അതിന് ആദ്യമായിട്ട് പറയുന്നുണ്ടല്ലോ, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഈ ഭൂമിയിലുള്ളതിനെ മുഴുവനെയും നാം അതിന് അലങ്കാരമായി സൃഷ്ടിച്ചതാണ്. ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ആരാണ് ഏറ്റവും മികച്ച രീതിയിൽ, ഏറ്റവും പെർഫെക്ഷനോട് കൂടി അമലുകൾ ചെയ്യുന്നത് ആരാണെന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെ? മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ആത്മകഥ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഅശ്കുർ അം അക്ഫുർ. അനുഗ്രഹങ്ങൾ എന്തും അനുഗ്രഹങ്ങൾ നൽകുന്നതിലൂടെ നാഥൻ എന്നെ പരീക്ഷിക്കുകയാണ്. ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ അതല്ല കുഫറാണോ നന്ദികേടാണോ കാണിക്കുന്നത് എന്ന്. മാത്രവുമല്ല, നൽകിയ നാഥന് ഇതിലും എത്രയോ അധികം നൽകാൻ കഴിവുള്ളവരുമാണ്, അല്ലെ? നിങ്ങൾ ശുക്രിന്റെ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ, നാഥനോട് നന്ദിയുള്ള നിലപാട് നിങ്ങൾ നിലനിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. അപ്പൊ സൂറത്തുൽ കഹ്ഫ് നമുക്ക് നൽകുന്ന രണ്ടാമത്തെ പാഠം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോടുള്ള സമീപനം എന്തായിരിക്കണം എന്ന പാഠമാണ്. മൂന്നാമത്തെ പാഠം, സൂറത്തുൽ കഹ്ഫ് നൽകുന്ന മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അപാരമായ അറിവിനെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ അറിവിന്റെ അപാരതയെ സംബന്ധിച്ച പാഠമാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പടച്ചവന്റെ പല വിധികളും
അള്ളാഹു അതിൽ ഉദ്ദേശിച്ച പല നന്മകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അള്ളാഹുവിന്റെ പല രീതികളുണ്ട്. അതിൽ അള്ളാഹു ഉദ്ദേശിച്ച പല നന്മകളും ഉണ്ടാകുമെന്ന പാഠമാണ് മഹാനായ മൂസ അലൈഹി സ്വലാം പിന്തുടർന്ന പടച്ചവനിൽ നിന്നുള്ള പ്രത്യേകമായ അറിവ് ലഭിച്ച അൽ-ഖിദ്ർ. അതിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്ന വെളിച്ചം അതാണ് നമുക്ക് കാണാൻ സാധിക്കും. തന്നെ അനുഗമിക്കാനുള്ള മൂസ അലൈഹി സ്വലാമിന്റെ ആ ഒരു ആഗ്രഹം, മൂസ അലൈഹി സ്വലാം അനുവാദം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റ, നിനക്ക് എന്നോടൊപ്പം ഈ യാത്രയിൽ ക്ഷമിച്ചിരിക്കാൻ സാധ്യമാവുകയില്ല. അപ്പൊ മൂസ അലൈഹി സ്വലാം അദ്ദേഹത്തോട് പറയുന്നത്, സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറൻ വലാ അഅസി ലക അംറ, ഇൻഷാ അല്ലാഹ് അങ്ങേക്ക് എന്നെ ക്ഷമാശീലനായി കാണാം. വലാ അഅസി ലക അംറ, ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ താങ്കളെ ധിക്കരിക്കുകയില്ല, താങ്കളുടെ കൂടെ ഞാൻ സഞ്ചരിക്കാം, പക്ഷെ ഒരു കാര്യത്തിലും അങ്ങയെ ധിക്കരിക്കുകയില്ല. ആ സന്ദർഭത്തിൽ അൽ-ഖിദ്ർ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട് മൂസ അലൈഹി സ്വലാമിന്റെ മുമ്പിൽ. എന്താണത്? ഖാല ഫഇൻ തബഅതനി ഫലാ തസ്അൽനി അൻ ഷൈഇൻ ഹത്താ ഉഹദിസ ലക മിൻഹു ദിക്റ, എന്റെ കൂടെ വന്നതിൽ കുഴപ്പമൊന്നുമില്ല, പോരെ, ഇങ്ങനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ കൂടെ, പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന ഒരു സംഗതിയെ സംബന്ധിച്ചും ഞാനത് വിവരിച്ചു തരുന്നത് വരെ എന്നോട് ചോദിക്കാൻ പാടില്ല, എന്നോട് ഇങ്ങോട്ട് ചോദിക്കാൻ ഇടങ്ങാക്കാൻ പാടില്ല എന്നതാണ്. അങ്ങനെ ആ ധാരണയിൽ അവർ പോവുകയാണ്. പക്ഷെ ആ യാത്രയിലുടനീളം ഈ അൽ-ഖിദ്ർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും മൂസ അലൈഹി സ്വലാമയുടെ യുക്തിക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ട്, ഇദ്ദേഹം ചെയ്യുന്ന ഒന്നും മൂസ അലൈഹി സ്വലാമിന് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ യുക്തിക്ക്, പ്രവാചകൻ മൂസ അലൈഹി സ്വലാമിന്റെ യുക്തിക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ട് അദ്ദേഹം ഓരോ സന്ദർഭത്തിലും ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അല്ലെ, ഇവര് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലിൽ ഓട്ടയാക്കുന്നു, നിരപരാധിയായ ഒരു കുട്ടിയെ വധിച്ചു കളയുന്നു, തങ്ങളെ തള്ളിക്കളഞ്ഞ ഒരു ജനതയുടെ ഒരു പ്രദേശത്ത് കഥ പൊളിഞ്ഞു വീഴാറായി മതില് നേരെയാക്കി കൊടുക്കുന്നു. ഓരോ സന്ദർഭത്തിലും മൂസ അലൈഹി സ്വലാം അതേക്കുറിച്ച് ചോദിക്കുമ്പോ അദ്ദേഹം തിരിച്ചു പറയുന്നുണ്ട്, ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റ, ഇതന്നെയാണ് ഞാൻ എന്നോട് നേരത്തെ പറഞ്ഞത്. ഇത് ഞാൻ നേരത്തെ എന്നോട് പറഞ്ഞാണ്, അനക്ക് എന്റെ കൂടെ യാത്രയിൽ ക്ഷമിച്ചു വരാൻ കഴിയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. പക്ഷെ അവസാനമായ അഗ്രിമെന്റ് അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടപ്പോ ഇനിയൊരു ചാൻസ് ഇല്ല, അവസാന ചാൻസ് ആണെന്ന് പറഞ്ഞിട്ട് മൂസാ നബി മൂന്നാമത്തെ ചാൻസും വാങ്ങി. ആ മൂന്നാമത്തെ ചാൻസ് കഴിഞ്ഞപ്പോ അതിന്റെയൊക്കെ യാഥാർത്ഥ്യം ഇദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുമ്പോഴാണ് മൂസ അലൈഹി സ്വലാമിന് അതൊക്കെ ബോധ്യമാകുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ അറിവിന്റെ അപാരതയെ കുറിച്ചുള്ള ബോധ്യം, പാഠം, അള്ളാഹു അതിലൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള നമുക്കറിയാത്ത പല കാര്യങ്ങളിലും പടച്ചവൻ ഉദ്ദേശിച്ചുള്ള നന്മകളെ കുറിച്ചുള്ള പാഠം, ഇത് സൂറത്തുൽ കഹ്ഫ് നമുക്ക് പകർന്നു നൽകുന്ന പാഠമാണ്. നാലാമതായി സൂറത്തുൽ കഹ്ഫ് നമുക്ക് നൽകുന്ന പാഠം ദുൽഖർനൈനുമായി ബന്ധപ്പെട്ടതാണ്. അതായത് പടച്ചവൻ നൽകുന്ന ശക്തിയാകട്ടെ അധികാരമാകട്ടെ അവ അള്ളാഹുവിന്റെ ദീനിന് സേവനം ചെയ്യാൻ, പടച്ചവന്റെ ഭൂമിയിൽ നീതി സ്ഥാപിക്കാൻ പ്രയോജനപ്പെടുത്തേണ്ടതാണ് എന്ന പാഠമാണ്. അഥവാ മനുഷ്യർ ഭൂമിയിൽ നേരിടേണ്ടി വരുന്ന 4 രീതിയിലുള്ള പരീക്ഷണങ്ങൾ, അല്ലെ, മനുഷ്യ ജീവിതം ഭൂമിയിൽ കടന്നു പോകുമ്പോൾ മനുഷ്യർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന 4 രീതിയിലുള്ള പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളിൽ മനുഷ്യൻ സ്വീകരിക്കേണ്ട നിലപാടുകൾ, ഇതാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിലൂടെ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് വിശ്വാസത്തിലുള്ള പരീക്ഷണമാണ്, ഈമാന്റെ കാര്യത്തിലുള്ള പരീക്ഷണമാണ്. ഗുഹാവാസികൾ അസ്ഹാബുൽ കഹ്ഫ് ആ പരീക്ഷണത്തിൽ വിജയിച്ച ചരിത്രമാണ് ഒന്നാമതായി പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആദർശവും വിശ്വാസവും സംരക്ഷിക്കാൻ വേണ്ടി നാടും വീടും വെടിയേണ്ടി വന്നാൽ പോലും വിശ്വാസികൾ പ്രഥമ പരിഗണന നൽകേണ്ടത് ആദർശ സംരക്ഷണത്തിനാണ് എന്ന പാഠമാണ്. ഭൗതികമായ താല്പര്യങ്ങളെയൊക്കെ പുറങ്കാലം കൊണ്ട് ചവിട്ടി ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ, ആ ആദർശത്തിൽ ഉറച്ചു മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ പേരിൽ ത്യജിക്കേണ്ടി വരുന്നത് എന്തും സർവാത്മന ത്യജിച്ചു മുന്നോട്ട് പോകാൻ വിശ്വാസികൾക്ക് സാധിക്കണമെന്ന പാഠമാണ് ഒന്നാമതായി സൂറത്തുൽ കഹ്ഫ് നൽകിയത്. രണ്ടാമത്തേത് ആ പരീക്ഷണത്തിൽ വിജയിച്ച ചരിത്രമാണ് ഗുഹാവാസികളുടേതായി ഖുർആൻ പരിചയപ്പെടുന്നത്. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ അള്ളാഹുവിന്റെ സംരക്ഷണം ഏറ്റെടുത്ത ചരിത്രമാണ് സൂറത്തുൽ കഹ്ഫ് നമുക്ക് പകർന്നു നൽകുന്നത്. അഥവാ പടച്ചവന് വേണ്ടി ഇറങ്ങി തിരിച്ചവരെ റബ്ബ് വഴിയിൽ ഉപേക്ഷിക്കുകയില്ല എന്ന പാഠമാണ്. രണ്ടാമത്തേത് സമ്പത്തിന്റെ പരീക്ഷണമാണ്. തോട്ടക്കാരൻ ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ട ചരിത്രമാണ്. തോട്ടക്കാരൻ ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ കഴിയാത്തത് അദ്ദേഹത്തിന്റെ അഹങ്കാരമായിരുന്നു എന്ന പരീക്ഷണമാണ്. അള്ളാഹു നൽകുന്നത് അനുഗ്രഹങ്ങളോട് വിശ്വാസം സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായ കാഴ്ചപ്പാട് ആ സഹോദരൻ അദ്ദേഹത്തെ ഉപദേശിക്കുന്നതിലൂടെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മൂന്നാമത്തേത് വിജ്ഞാനത്തിന്റെ പരീക്ഷണമാണ്. നാലാമത്തേത് അധികാരത്തിന്റെ പരീക്ഷണമാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്ന ഇതുപോലുള്ള അറിവുകൾ നമുക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ, അള്ളാഹ് നടത്തുന്ന സകല പരീക്ഷണങ്ങളിൽ വിജയികളാകുവാനും എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട്. ഞാനിവിടെ വളരെ സംക്ഷിപ്തമായി സൂചിപ്പിച്ച, വളരെ ആറ്റിക്കുറുക്കി സംക്ഷേപിച്ചു പറഞ്ഞ
സൂറത്തുൽ കഹ്ഫിന്റെ പാഠങ്ങൾ എനിക്കും നിങ്ങൾക്കുമൊക്കെ കൂടുതൽ വിശദമായി പഠിക്കാൻ കഴിയേണ്ടതുണ്ട്. ചുരുങ്ങിയത് 10 ആയത്തുകളെങ്കിലും സൂറത്തുൽ കഹ്ഫിന്റെ പ്രഥമ ഭാഗത്ത് നിന്ന് നമ്മൾ മനഃപ്പാഠമാക്കിയാൽ അത് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന്, അത് ദജ്ജാലിന്റെ ഷർറിൽ നിന്ന്, അത് ദജ്ജാലിന്റെ ശല്യത്തിൽ നിന്നും നമുക്കുള്ള സംരക്ഷണ കവചമായിരിക്കുമെന്ന പ്രവാചകന്റെ സന്തോഷ വാർത്ത നമ്മൾ മുഖവിലക്കെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സാധ്യമാകുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും സൂറത്തുൽ കഹ്ഫ് നമ്മൾ പാരായണം ചെയ്യാൻ ഒരു 15 മിനിറ്റ് നമ്മൾ നീക്കി വെക്കേണ്ടതുണ്ട്. 15ഓ 20ഓ മിനിറ്റ് ആവശ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ 2 ജുമുഅകൾക്കിടയിൽ അല്ലാഹുവിൽ നിന്നുള്ള ഒരു പ്രകാശത്താൽ വഴി നടത്തുന്ന, പടച്ചവന്റെ ഒരു പ്രകാശം ലഭിക്കുന്ന ആ ഒരു അനുഗ്രഹം അതിന് നമ്മൾ അർഹരായി തീരും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പകർന്നു നൽകുന്ന ഓരോ കഥകളും സംഭവങ്ങളും ചരിത്രങ്ങളും ഒക്കെ അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, അതുവഴി വിജയികളാകുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ എനിക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.